താൻ വെയിറ്റ് ചെയ്യ്. ഉണ്ണിത്താൻ ചേട്ടൻ ഒന്ന് വീട്ടിൽ കൊണ്ടുവരണം. അതെ, എന്റെ വണ്ടിയാകുമ്പോ നിങ്ങളുടെ ആൾക്കാർ വഴി തടഞ്ഞു നിർത്തി ഊതാൻ പറയും. ഇതാകുമ്പോ പ്രശ്നമില്ല, സൗകര്യമില്ലയോ? ആ സരളെ, ഉണ്ണിത്താൻ ചേട്ടൻ എന്താ വേണ്ട ചേർത്ത് കൊടുക്കും. അങ്ങനെ കാര്യമായിട്ടൊന്നും വേണ്ട, അറിയാലോ എന്റെ ഗ്ലാസ് വെള്ളം ചേട്ടാ എനിക്ക് ഞാൻ ഈ കാക്കിക്കുള്ളിൽ നിന്ന് ഇറങ്ങട്ടെ, പെട്ടെന്ന്. വലിയ തിരക്കൊന്നുമില്ല, പതുക്കെ വന്നാ മതി. ഓ രണ്ടു ദിവസമായിട്ട് വെളിയില്ല, പറച്ചിലുമില്ല, ഒന്നുമില്ല. അതെ, പുള്ളിക്കാരന്റെ അമ്മയും ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും ആകെ കൂടി ഒരു തിരക്കായിരുന്നു. പോയി. മൂക്കുത്തില്ലാത്തൊരു രസമില്ല. അതാരാ പൊട്ടിച്ചത്? കൊള്ളൻ. അതുകൊണ്ടല്ലേ കല്ല് വെച്ച മൂക്കുത്ത് തന്നെ വേറെ വാങ്ങിച്ചത്. ആളാന്റണി സാറല്ലേ? അത് പിന്നെ ഒരു കച്ചിത്തുറുമ്പ് കിട്ടിയാ പിന്നെ എല്ലാം മാറ്റി പുറത്തിറക്കാതെ പുള്ളിക്കാരൻ അടങ്ങുമോ? ആ ശരി ശരി, ഞാൻ വിളിക്കാം. ശരി. അല്ല, ഇതുവരെ തുടങ്ങിയില്ലേ? തുടങ്ങല്ലേ? എന്താ പ്രശ്നം? ഏതോ ഹവാല തണ്ടി കനോലി കനാലിൽ പൊങ്ങി എന്റെ പൊല്ലാപ്പ. സിറ്റിയിലെ ഹവാല പിള്ളേരെ ആവുന്നതും പൊക്കി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. ലക്ഷക്കണക്കിന് ഉറുപ്പിയുടെ ഇടപാടാ. പക്ഷേ ഇപ്പൊ അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത് 3-4 പെണ്ണുങ്ങളില്ല, കുടുംബശ്രീക്കാര്. അവരെ റിമാൻഡ് ചെയ്തിരിക്കാം. എന്തു പറ്റി ഉണ്ണിത്താ ചേട്ടാ? എന്തു പറ്റി? ഞാനേ ഹവാലായിക്കകത്ത് മുങ്ങിപ്പോയി. ഇന്ന് വന്നപ്പോഴേ ഞാൻ നോട്ടാട്ടതാ. അയ്യോ, എന്താ മോളെ? എന്താ രാജി? ഇവിടെ ഉണ്ടായിരുന്നൊരു പെണ്ണ് എന്നെ കയറി പിടിച്ചു. ഇവിടെ ഉണ്ടായിരുന്ന പെണ്ണോ? ഏതാ അവള്? മാധവിയായിരിക്കും. ഓക്ക് മാറ്റേന്റെ രസം കുറച്ച് കൂടുതലാ. ഒന്നിനെ വെറുതെ വിടാം. അതെ, ഉറങ്ങാനായോ? എന്തേ? നിനക്കെന്തോ സൂക്കേടുണ്ടെന്നറിഞ്ഞു. അത് മാറ്റിട്ട് കിടന്നാ പോയെ. എന്നാ പിന്നെ അത് മാറ്റിട്ട് കിടക്കാം. എന്തേ? അതെ, എനിക്ക് നിന്നെ വേണ്ട, ഇവളെ മതി. നാട്ടിലെ വൃത്തികേടൊക്കെ വാരിക്കൂട്ടി കുഴിച്ചു മൂടുന്ന കയ്യായത്. ഈ കൈ കൊണ്ട് നിന്റെയൊക്കെ സൂക്കേട് മാറ്റാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെടി.
എന്തേലും മാർഗം നോക്കണ്ടേ? ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ ഇത്തിരി അങ്ങോട്ട് മാറി നിന്ന് വിളിച്ചു. ഹലോ, വക്കീലല്ലേ? ഞാൻ കുടുംബശ്രീയിലെ ഗിരിജയ. ഇതെപ്പോ? ഇന്നലെ. ഞങ്ങളെ ഇവിടുന്ന് രക്ഷിക്കാൻ സഹായത്തിന് ഒരാളില്ലാതെ. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ധൈര്യമായിട്ടിരിക്കെ. എല്ലാം ഞാൻ നോക്കിക്കോളാം. ഹലോ, അത് മീൻചന്ത പോലീസ് സ്റ്റേഷന്റെ പരിധിയിലല്ലേ? സ്ത്രീ സമൂഹത്തിന് നേരെയുള്ള സി എ ആന്റണിയുടെ അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക. പോലീസിന്റെ കള്ളക്കളികൾ അവസാനിപ്പിക്കുക. പോലീസിന്റെ കള്ളത്തരങ്ങൾ അവസാനിപ്പിക്കുക. സി എ ആന്റണി നീതി പാലിക്കുക. മതി മതി, നിർത്ത് നിർത്ത്. എല്ലാവരും നിശബ്ദരാകുക. വരൂ. നാടുന്ന നാടിനെ ശുദ്ധീകരിക്കുക എന്ന പുണ്യകർമ്മം ചെയ്യുന്നവരാ കുടുംബശ്രീ പ്രവർത്തകരായ ഈ പാവപ്പെട്ട സ്ത്രീകൾ. നാടിന്റെ മാത്രമല്ല സർ, നാറിയ ഈ സാമൂഹ്യ വ്യവസ്ഥകളെയും വേണ്ടി വന്നാൽ ഇവിടുത്തെ സ്ത്രീ സമൂഹം കഴുകി തുടച്ച് വൃത്തിയാക്കി ചാണകം തെളിക്കും. വേണം. നാടും നാട്ടുകാരും സാമൂഹ്യ വ്യവസ്ഥയും ഒക്കെ വൃത്തിയാകണം. പക്ഷെ അത് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയും അതിക്രമിച്ചും വേണം വക്കീലെ. കൊല്ലപ്പെട്ടവന്റെ ബന്ധുക്കളാരും അയാൾക്ക് നഷ്ടപ്പെട്ട പണം അന്വേഷിച്ചു വന്നിട്ടില്ല. നമ്മുടെ കേച്ചിലെടുക്കുന്ന 4 കുടുംബശ്രീ പെണ്ണുങ്ങളുടെ തലയിൽ കുറ്റം കയറ്റിവെച്ച് ആ സാധുക്കളെ ജയിലിലടച്ച് ആകാശടിച്ചു മാറ്റി കേസ് തേച്ചു മാറ്റി കളയാനാണ് നിങ്ങൾ പോലീസുകാർ വിചാരിക്കുന്നതെങ്കിൽ ഞങ്ങൾ അത് അനുവദിക്കില്ല. പോലീസ് നീതി പാലിക്കുക. കുടുംബശ്രീ പ്രവർത്തകരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുക. പോലീസ് നീതി പാലിക്കുക. കുറ്റം ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. അത് പോലീസ് ആയാലും പട്ടാളമായാലും ഏത് മന്ത്രിയായാലും മഹാനായാലും. വക്കീലിനറിയാലോ, ഇന്ത്യൻ ജുഡീഷ്യറി, നമ്മുടെ കോടതികൾ അത് വൃത്തിയായിട്ടും വെടിപ്പായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഉണ്ട്. പക്ഷേ ആ കോടതികളെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? മോഷണ കേസിലെ പ്രതിയായ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ട കോടതിക്ക് മുന്നിൽ ഹാജരാക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ശിക്ഷ വിധിക്കുന്നു. അടിച്ചും ഇടിച്ചും ഉരുട്ടിയും കൊല്ലുന്നു. അതല്ലേ നിങ്ങൾ പോലീസുകാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? തെറ്റും കുറ്റവും കൊള്ളരുതായ്മകളും എല്ലായിടത്തും ഉണ്ട്, പോലീസിലും. അതെ, മാറി മാറി വരുന്ന ഭരണക്കാരുടെ പിണിയാളാവാനും നിങ്ങളെ പോലെ വാചക കസരത്ത് നടത്തുന്നവരുടെ മുന്നിൽ വാപിടിച്ച് നിൽക്കാനും വിധിക്കപ്പെട്ടൊരു അവസ്ഥയുണ്ട് പോലീസുകാരന്. ഈ യൂണിഫോമിനും തലയിലെ തൊപ്പിക്കും എന്റെ നീതിക്കും ചേരാത്തതായിട്ട് ഞാൻ ഇന്നുവരെ ജീവിച്ചിട്ടില്ല, ഇനി ജീവിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. എന്നാൽ അതിക്രമങ്ങൾ നേരിടുന്ന കാര്യത്തിൽ തികഞ്ഞ പോലീസുകാരനാകാൻ അറിയാൻ പാടില്ലാത്ത ആളല്ല ഞാൻ. എന്നെ കൊണ്ടോ ചെയ്യിക്കരുത്. നിങ്ങൾ പിരിഞ്ഞു പോണം, ഇല്ലെങ്കിൽ എനിക്ക് പിരിച്ചു വിടേണ്ടി വരും. പ്രിയമുള്ളവരെ, ചെയ്യാത്ത കുറ്റം ആരോപിച്ച് പാവപ്പെട്ട കുടുംബശ്രീ പ്രവർത്തകരെ വിചാരണ തടവുകാരായി ജയിലിനോളം എത്തിച്ചിരിക്കുകയാണ് ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്. അതിന് നേതൃത്വം നൽകിയ സി എ ആന്റണി ഒരു കാര്യം മനസ്സിലാക്കണം. സ്ത്രീകൾക്ക് നേരെ, നീതിക്ക് നേരെ നടക്കുന്ന ഇത്തരം അതിക്രമങ്ങളെ ഞങ്ങൾ സ്ത്രീ സമൂഹം വെറുതെ നോക്കി നിൽക്കുമെന്ന് വിചാരിക്കേണ്ട. ഞങ്ങൾ പ്രതിരോധിക്കും, പ്രതികരിക്കും. ഇത് ഈ സർക്കാരിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും കൊള്ളരുതായ്മകളാണ്. ഞങ്ങൾ സ്ത്രീകൾ അമലകളല്ല. അല്ലടോ, ഈ പോലീസുകാർ നമ്മുടെ ഭരണം പൊളിച്ചിട്ടേ ആടും അല്ലേ? വല്ലാത്തൊരു ജന്തുക്കള്. ആ CI കണാപ്പന്റെ പേരെന്താ? ആന്റണി. ആ, ഏത് കോന്റണി ആയാലും മോനോട് പെട്ടെന്ന് ഗസ്റ്റ് ഹൗസിലേക്ക് വരാൻ പറ. വിളിച്ചു പറയടോ. ശരി സാർ.